ആ ചില പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക മനസ്സിന് തന്നെ ഒരു വിശ്വാസം തോന്നും. ആ പടം നല്ല പടമായിരിക്കും, ഉഗ്രൻ പടമാവും, നമ്മൾക്കും പെർഫോം ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അങ്ങനെ ഞാൻ അഭിനയിച്ചൊരു പടമാണ്, വാസന്തിയും ലക്ഷ്മിക്ക് ശേഷം അഭിനയിച്ച പടമാണ് നമ്മുടെ സ്വർണം എന്ന് പറഞ്ഞ ചിത്രം. ആ സ്വർണം ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു പ്രവീണൊക്കെ ശരിക്കും ജീവിച്ചേക്കാണ് ആ ചിത്രത്തിൽ. പ്രവീണ, പിന്നെ ബേബി നയൻതാരയെ കുറിച്ച് പറഞ്ഞൊരു ഇതുണ്ടായിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇടി, ജനലിൻ്റെ അവിടെ ഭയങ്കര ഇടി. എന്താണെന്ന് വെച്ചു, നയൻതാര വന്നിട്ടുണ്ട്, നയൻതാര ഡ്രസ്സ് മാറാൻ പോയി കാണുന്നു. എവിടെ നയൻതാര റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ പോയി ഒരിഞ്ഞടി. കുറേ കഴിഞ്ഞപ്പോൾ നയൻതാര വന്നു, ഇത്രയുള്ളൊരു പാവാടയൊക്കെ ഇട്ടിട്ട്. നമ്മുടെ ബേബി നയൻതാര, കുഞ്ഞു മോള. ജനങ്ങൾ ഭയങ്കര പ്രതീക്ഷ കൈവരിച്ചു നയൻതാരയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് വേറൊരു വലിയപ്പെന്ന് വെച്ചു, ആരാ ഇതിൽ അഭിനയിക്കണേന്ന് വെച്ചു. ഇതിൽ കലാഭമണിയുണ്ട്, പ്രവീണുണ്ട്, നയൻതാരയുണ്ട്. നയനാരൊക്കെ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. നയനാരല്ല നയൻതാര ആണോ? ഈ പറഞ്ഞ മോഡലിനൊന്നും കാണാൻ പറ്റുമോ? അപ്പൂപ്പൻ്റെ നാരന നയൻതാര എന്ന് പറഞ്ഞാൽ നമ്മുടെ നയൻതാര എന്നാ. പക്ഷേ ഈ സ്വർണ്ണ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതൊരു ശരിക്കും ഒരു ആൻറ്റി ഹീറോ എന്നൊക്കെ പറയാൻ പറ്റും ആ പടത്തിൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം തന്നെ ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സ് വളരെ മനോഹരമായിട്ട് അത് ക്യാമറ ചലിപ്പിച്ച സാലു സാറും ഡയറക്ടർ വേണു സാറും അതിൻ്റെ പ്രൊഡ്യൂസർ സോമൻ ചേട്ടനും അമേരിക്കയിലുള്ള ആളാണ്. നല്ല സീനാണ് സ്വർണ്ണത്തിലെ. ആ സ്വർണ്ണത്തിലെ ആ രംഗം നമുക്ക് കാണാം. ആ കൊച്ചുകുട്ടി പറയണ കേട്ടാൽ തന്നെ നമ്മുടെ ചങ്കലയ്ക്കും. സ്വർണം ചിത്രം എന്താ ഓടാഞ്ഞെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല. എന്തു നല്ല പടമായിരുന്നു എന്ന് പറയുമ്പോൾ. ഇനി ആ പടത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിപ്രായം വരാൻ പോകുന്നത് ടി വിയിൽ വരുമ്പോഴായിരിക്കും. സ്വർണം പോലെ തന്നെയായിരുന്നു സ്വർണം പടം. പക്ഷേ എന്തോ അറിയില്ല. ഇത് നല്ല മാങ്ങയാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. നമ്മൾ നേരത്തെ കുറേ ഫ്രൂട്ട്സിനൊക്കെ പറ്റി പറഞ്ഞില്ലേ. മാങ്ങയെ പറ്റി പറയുമ്പോൾ ഓരോ മാങ്ങയ്ക്കും ഓരോന്നിനും പേരുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിനും ഓരോ പേരുണ്ടെന്നുള്ളതാണ്. ഞങ്ങളുടെ നാടുകളിലേക്ക് ചില കട്ടൻ ചാരായത്തിന് ആൾക്കാർ പറയും കനാൽ പരങ്ങി എന്ന് പറയും. കാരണം അങ്ങനത്തെയാണ്. പിന്നെ ഒരു മദ്യത്തിൻ്റെ പേരുണ്ട് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ച് കഴിഞ്ഞാൽ നുഴഞ്ഞാൽ കയറുള്ളൂ. അത് പിന്നെ ഒരു മദ്യത്തിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണവാട്ടി, കള്ളണത്. ആ കള്ളടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നാണായിരിക്കും. തല കൊയ്ക്കാലും നമ്മൾ അയ്യോ അങ്ങനെയുള്ള കള്ളുണ്ട്. അത് മണവാട്ടി എന്നാണ് അതിൻ്റെ പേര്. പിന്നെന്താ ഇതിൻ്റെ പേര് പോസ്റ്റ്മാൻ. ഒരു മദ്യത്തിൻ്റെ പേര് പോസ്റ്റ്മാൻ. കാരണം ഇത് അടിച്ച് കഴിഞ്ഞാൽ ഉള്ള വീടുകൾ മുഴുവൻ കയറി ഇറങ്ങാം. കുറേ കടലാസ് വാരി അവിടെ കൊണ്ടു നടക്കുക, ഇങ്ങോട്ട് കൊണ്ടു നടക്കുക. അപ്പം ഓരോ മദ്യത്തിന് വരെ അങ്ങനത്തെ പേരുകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാങ്ങയുടെ പേരാണ് ചപ്പിക്കുടിയൻ മാങ്ങ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മാങ്ങ നോക്കിയാൽ ആഹാ അതിൻ്റെ മധുരം കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെ കഴിച്ച് നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം 8:30 കൈരളി ടി വിയുടെ മുമ്പിലിരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അടിപൊളിയാവുക.